ജാസ് സർജറി ചെയ്തത് ഞങ്ങൾ കാണണം. അങ്ങനെ ഞങ്ങൾ കാണിച്ചു കൊടുത്തു. അത് ആൺകുട്ടിയല്ല കേട്ടോ, ഒരു പെൺകുട്ടിക്ക് ഞാൻ കാണിച്ചു. ആ ഒരു മില്ലിന് അടിച്ച പെൺകുട്ടിക്ക് ഞാൻ കാണിച്ചു കൊടുത്തു. ഇങ്ങനെ കാണുന്നു, നീ എങ്ങനെ കാണുന്നു? എന്റെ വീഡിയോ കാണുന്നവരോടാണ് ഞാൻ പറയുന്നത്, ഇതാ നായിന്റെ മോൻ നിങ്ങൾ അയച്ചു കൊടുക്കണം. അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി എന്തറിയോ, ഒരു പോത്തിനെ നിർത്തി പൊരിക്കാനുള്ള പരിപാടിയാണ്. നല്ല രീതിക്ക് ഞാൻ വൃത്തികേട് ഇതിൽ പറയും, കാരണം എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അയ്യോ സ്വാമിയേ, ആണുമല്ല പെണ്ണുമല്ല, ആണും പെണ്ണും കെട്ടതല്ല, അന്നങ്ങനെ മൂക്ക് കൂടെ കയറ്റി തൊള്ളേ കൂടെ വരുന്ന സൈസാണോള്. വേറെ ആരുമല്ല, ആ പരനാറി തെണ്ടീന്റെ പേരാണ് ജാസി. എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. അപ്പൊ നമുക്ക് എന്തായാലും ഇവളാ വരാതെ പോയതിനെ ഫ്ലിപ്കാർട്ടിലൂടെ ഓർഡർ ചെയ്ത് വരുത്തിയതല്ലേ. ഈ നായി പരനാറി പരപ്പു. നല്ല സഭ്യമായ ഭാഷയിലൊക്കെ സംസാരിച്ചൂടെ നിനക്ക്? ഞാൻ അല്പം മോശം ഭാഷ സംസാരിക്കുന്ന കേൾക്കാൻ സൗകര്യമില്ല. ഇങ്ങനെയൊന്നും അല്ലായിരുന്നു അച്ഛാ. ആദ്യമേ എന്നെ പച്ചയ്ക്ക് മുഖത്തൊക്കെ തള്ളക്കി വിളിച്ചോണ്ടിരുന്നതാ, ഇപ്പൊ ഇത്രയെങ്കിലും ശരിയായില്ലേ? ഈ തന്തയില്ലാത്തവൻ എന്താ ചോദിച്ചാല് വീഡിയോ കോൾ ഓൺ ചെയ്തിട്ട് ഡ്രസ് ഒരു ഊരിലങ്ങൂര വൃത്തികേട് ആണല്ലോ. തന്നെ മൂച്ചേട്ടെ ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ തുണി പൊക്കി കാണിക്കും. ഞാൻ എനിക്ക് ഈ സിലിക്കോൺ കുത്തിപ്പിടിച്ചത് കാണേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. കേസ് കൊടുക്കണം പിള്ളേച്ചാ, പോലീസ് അന്വേഷിക്കട്ടെ. അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനം ഇല്ലാതായോ? നിങ്ങളൊരു സ്ത്രീ ആവാൻ നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ മാറിടങ്ങൾ വേറൊരാൾക്ക് കാണിച്ചു കൊടുക്കുന്നത്? വൃത്തികെട്ട ജീവി അല്ല. പിന്നെ നെറ്റോള് നിനക്ക് നട്ടലുണ്ടാ? എന്റെ കയ്യിലുണ്ടെങ്കിലല്ലേ അച്ഛായ എന്റെ കയ്യിലുണ്ടെന്ന് ആൾക്കാരറിയൂ. ഞാൻ ധന്യാസ് രാജേഷ് എന്ന ഹെലനോസ് പാർട്ടിയെ വീഡിയോ കോൾ ചെയ്തിട്ട് എന്റെ വെച്ചു പിടിപ്പിച്ച സിലിക്കോൺ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എന്തിനാരാണ് പേടിക്കുന്നേ? ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. ഒരു 1 മില്യൺ ഉള്ളവരാൾക്ക് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഉസിറും പുളിയില്ലാത്തവനെ. കേട്ടിട്ട് ഇവരുടെ വീട് കൊടുങ്ങല്ലൂർ ഭാഗത്ത് എവിടെയാണെന്ന് തോന്നുന്നു. അവന്റെ സിലിക്കോൺ കണ്ടിട്ടുണ്ട് എനിക്കിട ഉണ്ടാവാൻ. ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? വിട്ടവളി ആന പിടിച്ചാ കിട്ടൂ. ആകെ എനിക്ക് പറഞ്ഞിട്ടുള്ള പണി എന്താന്നറിയോ? മറ്റേ ഫഹദുക്കെല്ലാം പറയുന്ന പോലെ വെളിച്ചെണ്ണയും കൊണ്ട് നടക്ക്, നിനക്ക് അതേ പറ്റൂ. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. തിരുമേനിയോട് യാത്ര പറഞ്ഞില്ല. ഇവിടെ ഉണ്ടായിരുന്നോ? പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് അടുത്ത ശനിയാഴ്ച വരാം. ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി 2 റൗണ്ട് ഓടി ഒന്ന് പോണം.